ഹലോ ഒരുവോൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ കളമലയിൽ പോകുന്നൊരു വീഡിയോ ആണ്. കളമല പള്ളി ഇതിനകത്ത് ഉള്ളൊരു പള്ളിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പള്ളിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പം അവിടേക്കാണ് നമ്മളീ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മൾ എൻ്റെ വല്യമ്മയുടെ വീട് വരെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വല്യമ്മയുടെ വീട്ടിൽ അക്കായും കുഞ്ഞും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇതിനകത്ത് തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അവിടെ കയറി അവളുടെ കൂടെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടൊക്കെയാണ് പോയത്. ഒരു വൈകിട്ട് ടൈം ആയപ്പോഴാണ് നമ്മൾ പള്ളിയിലേക്ക് പോയത് കേട്ടോ. ഞാനും വല്യമ്മയും അമ്മായും അമ്മച്ചമ്മ മീൻസ് എൻ്റെ അമ്മയുടെ അമ്മ, ഞങ്ങൾ ഇത്രയും പേരും കൂടെ ആയിരുന്നു കളമല പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നത്. വാ അടിക്കാം. പേപ്പർ എന്തി ഇനി നമുക്ക് അടിക്കാം. ഏത് കളറാ പറയത്തില്ലേ? പിന്നെ അടുത്ത കളർ ചായക്കാൻ പറയുന്നത് ഗ്രീൻ കളർ. ഇതാണ് ഗ്രീൻ. അത് ഗ്രീൻ അല്ല, അത് ലാവൻഡർ കളറാ. ഗ്രീൻ താണ്ട് ഇതാ ഗ്രീൻ. ഗ്രീൻ നമുക്ക് എടുക്കാം. ഗ്രീൻ എടുത്തു. ഇനി നമുക്ക് ഇവിടെ ഒട്ടിച്ച് പകലാക്കി എടുക്കണം. പകലോ? പകലെന്തുവാ ഇങ്ങനെ ഓടിക്കും. കൊടുക്കുന്നേ ബിളബിളാന്നല്ലയോ? അതേത് കളറാ? ക്രയോ? അതേത് കളറാ? ഇതാണ് ഓറഞ്ച്. ഇത് റെഡ്. മതി, അതായി. നമ്മളെന്തോ ചെയ്യണം? അടിച്ചങ്ങ് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞു. അപ്പോൾ ഇതെൻ്റെ അക്കാടെ മോളാണ്. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവളുടെ കയ്യിലുള്ളൊരു പേന എന്നെ കാണിച്ചിട്ടുണ്ട്. ഇത് പണ്ടത്തെ ടൈപ്പ് പേനയാണ്. ഇങ്ങനെ ഈ ഗ്ലിറ്റർ പൗഡർ ഇല്ലേ, അതൊക്കെ ഇങ്ങനെ വെച്ചിട്ടുള്ള. അപ്പം ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ കുഞ്ഞിലെയൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. പിന്നെ ഇത് കാണാനില്ലായിരുന്നല്ലോ. പിന്നെ ഞങ്ങളങ്ങനെ പള്ളിയിലെത്തി. വൈകിട്ടായപ്പോഴത്തേന് പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇത്രയും നാൾ ഉള്ളതിൽ ഏറ്റവും നല്ല തിരക്കുള്ള ദിവസം അന്നായിരുന്നു തോന്നുന്നു. അന്ന് ഒരു ഞായറാഴ്ചയാണ് നമ്മൾ പോയത്. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ടു, ഇങ്ങനെ കുറേ റൈഡൊക്കെ ഉണ്ട്. അപ്പോൾ റൈഡിൽ ഞാൻ ഏത് വട്ടം പോയ റൈഡിലൊന്നും ഞാൻ കയറാറുമില്ല. അതേപോലെ ആ ഒരു സൈഡിലേക്ക് പോകാൻ ടൈം കിട്ടാറുമില്ല. ഈ വട്ടം പിന്നെ നമ്മൾ ജസ്റ്റ് ബാത്റൂമിൽ പോകാൻ വേണ്ടി അവിടെ പോയപ്പോഴാണ് ഈ റൈഡ് കണ്ടത്. പിന്നെ നമ്മൾ നേരെ പള്ളിയിലൊക്കെ കയറി യാസീനൊക്കെ ഒതുക്കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് ഇങ്ങനെ സ്നാക്സ് ഐറ്റംസ് ഉണ്ടല്ലോ, 100 രൂപ 150 രൂപയ്ക്ക് ഇങ്ങനെ കുറച്ച് സ്നാക്സ് ഐറ്റംസ് മിക്സ് ചെയ്തതുണ്ട്. അതുകൊണ്ട് തന്നെ അരിയുണ്ട, അങ്ങനെ പിന്നെ പൊരിയൊക്കെ ഉണ്ടല്ലോ, അത് വെച്ചിട്ടുള്ള ഇതൊക്കെ ഉണ്ട്. പുളിമിഠായി ഒക്കെ ഉണ്ടല്ലോ, അതുണ്ടായിരുന്നു. പിന്നെ ഇതുകൊണ്ട് ഓരോരോ സൈഡിൽ ഓരോരോ കടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ പോയപ്പോൾ നമ്മൾ മൈലാഞ്ചിയൊക്കെ എടുത്തില്ല, ഇങ്ങനെ അച്ചടിക്കുന്ന ആ ടൈപ്പ് ഉണ്ടായിരുന്നു. പിന്നെ കൊലുസ്, കമ്മൽ, മാല, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു കടയിലേക്ക് പോയപ്പോൾ അവർ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, ഏതോ ദുൽഖറിൻ്റെ സിനിമയിലെ കമ്മലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ നോക്കിയപ്പോൾ ഇഷ്ടം പോലെ കമ്മലിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. സ്റ്റഡ് തൊട്ട് വലിയ ഇയറിങ്സ് വരെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. എനിക്കതങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ആ ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് മാറത്തേ ഇല്ല, എനിക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പിന്നെ ഒരുപാട് അങ്ങനെ ഇപ്പം കമ്മലങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ അധിക നേരം നോക്കി ഇരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ അടുത്തടുത്ത ഷോപ്പിലേക്ക് പോവുകയാണ്. പിന്നെ പറ്റിയ അബദ്ധം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഷോപ്പിൽ കയറിയിട്ട് പിന്നെ അടുത്ത ഷോപ്പിൽ നമ്മൾ റേറ്റൊക്കെ നോക്കാമെന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ഒന്നും വാങ്ങി കാണിച്ചില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് ഈ മോതിരത്തിലൊക്കെ പേരെഴുതി തരത്തില്ലേ, ആ ടൈപ്പ് ഒരു കടയായിരുന്നു. പിന്നെ ഇതുകൊണ്ട് ഈ ഗ്ലാസ് എനിക്ക് എൻ്റെ സിസ്റ്ററിനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഓരോ വീഡിയോസിലൊക്കെ കാണുമ്പോൾ നിങ്ങൾ പറയും ഇങ്ങനത്തെ ഗ്ലാസ് വാങ്ങണം. അങ്ങനെ ഞാൻ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരുപാട് കപ്പും ഗ്ലാസിൻ്റെയൊക്കെ ഒത്തിരി കളക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ വാച്ചൊക്കെ ഉണ്ടല്ലോ, വാച്ച് ഈ ഒരു സെക്ഷനിലേക്ക് ഞാൻ അധികം അങ്ങോട്ട് പോയില്ല. പെട്ടെന്ന് ടൈം ആയതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ കണ്ടങ്ങ് പോകുമായിരുന്നു. അങ്ങനെ എല്ലാം ഒന്നും നോക്കാൻ വേണ്ടി നിന്നില്ലായിരുന്നു. അപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. പിന്നെ ഇങ്ങനെ ഓരോ ഭരണികളൊക്കെ ഉപ്പിട്ട് വെക്കാനും അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പറ്റി കുഞ്ഞ് ഓരോ ഭരണികളും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ കൊച്ചു കുട്ടികൾക്ക് പറ്റിയ ചെണ്ട, അങ്ങനത്തെ ടോയ്സൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ കുഞ്ഞ് ടോയ്സും വലിയ ടോയ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സെക്ഷനാണ് പിന്നെ എനിക്കിഷ്ടപ്പെട്ടത്. അതായത് ഇങ്ങനെയുള്ള കുഞ്ഞ് സ്ലൈഡുകളൊക്കെ ഉണ്ടല്ലോ, ഈ കുട്ടികൾക്ക് പറ്റിയുള്ള സ്ലൈഡ്. പക്ഷേ ഞാനിവിടെ വീഡിയോ എടുത്തെങ്കിലും ആ ഒരു ഫ്ലവറിൻ്റെ ആ ക്ലിപ്പുണ്ടല്ലോ, അത് ഞാൻ ശ്രദ്ധിച്ചതിൽ ഈ വീഡിയോയിൽ കണ്ടപ്പോഴാണ് ഈ സംഭവം ഉണ്ടെന്ന് ഞാൻ കണ്ടത്. ഇങ്ങനെ വാങ്ങണം എന്ന് വിചാരിച്ച് നടന്നത്, പക്ഷേ അത് ഞാൻ മറന്നുപോയി. ഞാൻ ഈ സംഭവം കണ്ടതും ഇല്ല. അങ്ങനെ കണ്ടോ, ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോയിലാണ് കാണുന്നത് ഇങ്ങനെ സംഭവം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത്.
പിന്നെ ഈ കുഞ്ഞു കുഞ്ഞു ക്ലിപ്പും സ്ലൈഡും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഭംഗിയുണ്ടായി കാണാൻ. അപ്പോൾ ആ സമയത്ത് വല്യമ്മ എന്നെ കാണിക്കുന്നത് ഈ ചെണ്ട കൊട്ടുന്ന ആനയില്ലേ, എന്നെ കാണിച്ചു തരുമായിരുന്നു. അപ്പോൾ എനിക്ക് ഇതുകൊണ്ട് എന്ത് രസമാണ്, നല്ല ക്യൂട്ടായിട്ടില്ല ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതൊന്നും വാങ്ങിയില്ലെങ്കിൽ എനിക്കിത് കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതേപോലെ തന്നെ ബോ ഒക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെയൊക്കെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതെ ഇതിപ്പോഴത്തെ ഒരു മോഡൽ ചെയിനാണല്ലോ, ചെയിനല്ല ബാംഗിൾസാണ്, അതുണ്ടായിരുന്നു. പിന്നെ ഇതുകൊണ്ട് ഒരുപാട് ബാഗും ചെരുപ്പുകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും നമുക്ക് കണ്ടുകൊണ്ടിരിക്കാനുള്ള ടൈം കിട്ടിയില്ല. കണ്ടോ, നല്ല തിരക്കായിരുന്നു കേട്ടോ, നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ബലൂണൊക്കെ ഉണ്ടായിരുന്നു, കൊച്ചുകുട്ടികളെയൊക്കെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഓരോ ഷോപ്പിൽ കയറുമ്പോൾ നമ്മൾ വിചാരിക്കും അടുത്ത ഷോപ്പിൽ ഇതിലും ബെറ്ററായിട്ട് കാണുമെന്ന്. പക്ഷെ അങ്ങനെ നോക്കി നോക്കി പോകുമ്പോഴത്തേക്കും നമ്മൾ ചിലപ്പോൾ ഒന്നും വാങ്ങണമെന്നില്ല. അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് ഹൽവയൊക്കെ വാങ്ങി. പിന്നെ തിരിച്ച് ഇതുവഴി വന്ന് പോയപ്പോഴാണ് ഇങ്ങനെ മോതിരം, ഇങ്ങനെ ആ ഒരു റിങ്സ് അല്ലേ ഇങ്ങനെ പേരെഴുതി തരുന്നതും ഉണ്ട് അല്ലാത്തതും ഉണ്ട്, അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയപ്പോൾ ഇത് നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേന് രാത്രിയായി, നല്ല രാത്രി. പിന്നെ നമ്മൾ അപ്പം തന്നെ ഇറങ്ങിയപ്പോഴേ ഒരു ബസ് കിട്ടി, ആ ബസ്സിൽ തന്നെ കയറി. സത്യം പറഞ്ഞാൽ തിരക്കുള്ളത് ഒരു ഭംഗിയാണല്ലോ, അതായത് രാത്രി ആ ഒരു ടൈമിലൊക്കെ പോകുമ്പോൾ ഈ നൈറ്റ് ആ ഒരു വൈബൊക്കെ അതൊരു ഡിഫറെൻ്റ് ആയിരിക്കും. പകൽ പോകുമ്പോൾ ആ ഒരു വൈബ് കിട്ടത്തുമില്ല. പിന്നെ എൻ്റെ സിസ്റ്ററും ബ്രദറും അവരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ രസമായേനെ എനിക്കപ്പോൾ തോന്നി. ഒരു 2-3 വർഷം മുന്നേ ഇതുകണക്ക് എൻ്റെ സിസ്റ്റർ 2 പേരും കൂടെ പോയപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല. ഇൻഷാ അള്ളാ ഇനിയൊരു ദിവസം എല്ലാവർക്കും കൂടെ പോകാൻ പറ്റിയാൽ ഒരു രസമായിരിക്കും. പിന്നെ ഞങ്ങളിതേ അതൊക്കെ കഴിഞ്ഞു അടുത്ത ബസ് കയറാൻ വേണ്ടിയിട്ട് ഞാനും അമ്മായിയും എല്ലാവരും കൂടെ ബസ് കയറാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ കണ്ടൊരു പള്ളിയാണ് ഇത്, അവിടുത്തെ അതിനകത്തുള്ളൊരു പള്ളിയാണ്. അങ്ങനെ നമ്മൾ ബസ്സൊക്കെ കയറി രാത്രിയായപ്പോൾ എന്തായാലും വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തൊക്കെ വാങ്ങി എന്നുള്ള വ്ളോഗ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ പ്രത്യേകം ചെയ്യാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.